നമസ്കാരം. നോക്കൗട്ടിൽ ഫ്രാൻസിൻ്റെ ആദ്യത്തെ കളി സ്വീഡനോട് മത്സരിച്ച് 3 ഗോളിന് ഫ്രാൻസ് ഏകപക്ഷീയമായ 3 ഗോളിന് ജയിക്കുമ്പോൾ ആ കളി വെറും ഒരു കളി മാത്രമായിട്ടല്ല എനിക്ക് തോന്നിയത്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടി ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഒരു ചാമ്പ്യൻ ടീമിൻ്റെ പെർഫോമൻസാണ് ഫ്രാൻസ് എടുത്തത്. നേരത്തെയുള്ള അവരുടെ പ്രാഥമിക റൗണ്ടിലെ മത്സരങ്ങൾ കൂടി വെച്ച് ഒന്ന് നിരീക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. എല്ലാ തരത്തിലും കരുത്തുകൊണ്ടും ഒപ്പം കളി മികവ് കൊണ്ടും തന്ത്രങ്ങൾ കൊണ്ടും ഒക്കെ ഒരു ടീം അങ്ങ് പെർഫോം ചെയ്യാണ്. എന്തുകൊണ്ടാണ് സ്വീഡൻ്റെ മത്സരം ഈ നോക്കൗട്ടിലെ നിർണായകമായൊരു ദിശാസൂചികയാണ് എന്ന് പറയുന്നത്? നമ്മൾ ഈ കളിയുടെ ചില വിശദാംശങ്ങളിലൂടെ പോയാൽ നമുക്ക് മനസ്സിലാവും. അത്ഭുതപ്പെടുത്തിയ, ഒരുപക്ഷെ ആവേശമുണ്ടാക്കിയ ഫ്രാൻസ്, ഞാനൊരു ഫ്രാൻസ് ടീമിൻ്റെ ആരാധകനല്ല, പക്ഷേ ഈ കളി കണ്ടാൽ നമ്മൾ ഫ്രാൻസിൻ്റെ പ്രകടന മികവിനെ ഒരു തരത്തിലും തള്ളിക്കളയാൻ പറ്റാത്ത വിധം നമ്മൾ ഫ്രാൻസിൻ്റെ ടീമിൻ്റെ ആ മികവിനെ അംഗീകരിക്കേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് അവർ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതൊരു കളിക്കാരെന്നുള്ള ആൾക്കല്ല. എംബാപ്പയൊക്കെ അതിൻ്റെ ടോപ്പിൽ നിൽക്കുകയാണ് പെർഫോമൻസിൻ്റെ. പക്ഷേ അവർ സമഗ്രതയിൽ ഒരു വല്ലാത്ത, അത് ഗോളി മിഗ്വേൻ വരെ ഉള്ള ആളുകൾ, ഉസ്മാൻ ഡംബാലെ, എംബാപ്പെ തുടങ്ങി അങ്ങ് വലിയൊരു നിര അങ്ങ് നിൽക്കുകയാണ്. അവർ നമ്മൾ ഇന്നത്തെ കളിയിൽ കണ്ടിരുന്നു. ആദ്യ പകുതി കഴിഞ്ഞ് എംബാപ്പെ ഒരു ഹാട്രിക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ നിൽക്കുകയാണ് അദ്ദേഹത്തെ ദശാംശം തിരിച്ചു വിളിക്കുന്നത്. നമുക്ക് അതിനുശേഷമുള്ള കളിയിലെ അവസരം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ ഒരു ഹാട്രിക് അടിക്കാനുള്ള ഒന്നിലധികം അവസരം, ഒരുപക്ഷെ എംബാപ്പെ ആയിരുന്നെങ്കിൽ അവിടെ ഗോളാകുമായിരുന്ന ഒന്നിലധികം അവസരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വ്യക്തി എന്നുള്ള നിലക്കല്ല, ഒരു ടീം എന്നുള്ള നിലക്കാണ് അവർ മുന്നോട്ട് പോകുന്നത്. കളിയുടെ ആദ്യം മുതൽ നമുക്ക് നോക്കാം. സ്വീഡൻ നല്ല മികച്ച പ്രകടനം നടത്തുമെന്ന് തോന്നിപ്പിക്കുന്ന ആദ്യത്തെ ഒരു 5-6 മിനിറ്റ് ഉണ്ടായിരുന്നു. അവരുടെ കളിയുടെ ആദ്യഘട്ടത്തിൽ ഫ്രാൻസ് ഇങ്ങനെ നിരീക്ഷിക്കുകയായിരുന്നു എന്ന് വേണം പിന്നീടുള്ള മികവ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ. അലക്സാണ്ടർ ഇസാക്കിൻ്റെ നേതൃത്വത്തിൽ ആദ്യത്തെ ഒരു 5-6 മിനിറ്റ് നടത്തിയ പ്രകടനം, അത് മിഗ്വേൻ തടുത്ത ഒരു അവസരമടക്കം സ്വീഡൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് ഒരു സംശയം തോന്നിപ്പിച്ചിരുന്നു. കൊള്ളാലോ എന്നൊരു സംശയം തോന്നിപ്പിച്ചിരുന്നു. പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞപ്പം, അവിടെ ഇവിടെയല്ലാത്തൊരു കുറച്ച് മിനിറ്റുകളൊക്കെ കഴിഞ്ഞൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പം എംബാപ്പയുടെ നേതൃത്വത്തിൽ അങ്ങോട്ട് ഇറങ്ങായിരുന്നു. എംബാപ്പയുടെ ആദ്യത്തെ അടി അത് ഗോളായി എന്ന് വിചാരിച്ചാണ്, പക്ഷേ അത് ഓഫ് സൈഡിൽ കുടുങ്ങി. പിന്നാലെ വരുന്ന ഡംബാലയുടെ ഒരു ഷോട്ട്, അത് പക്ഷേ ഗോളായില്ല. പോസ്റ്റിൽ തട്ടി പുറത്തു പോയ ഒലിസയുടേതടക്കമുള്ള ഷോട്ടുകൾ, ഒരു എണ്ണം പറഞ്ഞ ഷോട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്കറിയാം ആ കളിയുടെ ആ ഘട്ടത്തിൽ അമ്മാതിരി മുന്നേറ്റം ഫ്രാൻസ് നടത്തി തുടങ്ങി എന്ന്. 15ഓളം ഷോട്ടുകളാണ് നമുക്ക് ആ ഘട്ടത്തിൽ കാണാൻ കഴിയുക. അതേസമയം ഈ ആദ്യ പകുതിയിൽ നമുക്ക് സ്വീഡൻ്റെ ഭാഗത്തുനിന്ന് 3 ഷോട്ടുകളാണ് കണക്ക് നോക്കുമ്പോൾ. കണക്കിൻ്റെ വിശദാംശത്തിലേക്ക് നമുക്ക് വരാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 45-ാമത്തെ മിനിറ്റിൽ എംബാപ്പയുടെ ആ ഗോള് പറക്കുന്നത്. ഫ്രാൻസ് അതുവരെ കളിച്ചതിൻ്റെ അവരർഹിക്കുന്ന അതിലും കൂടിയ ഗോളാണ് എന്ന് നമുക്ക് അറിയാം. പക്ഷേ 45-ാമത്തെ മിനിറ്റിൽ പെർഫെക്റ്റ് ഗോളിലൂടെ എംബാപ്പെ ഫ്രാൻസിനെ മുന്നിലേക്ക് എത്തിച്ചു. അത് എംബാപ്പയുടെ ആ ഗോള് വീഴുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു പെർഫെക്റ്റ് ഗോളാണ്. അങ്ങനെ ഒരു ഗംഭീരമായ മുന്നേറ്റങ്ങളുടെ തുടർച്ചയായിട്ട് വീഴേണ്ട ഒരു ഗോള് വീഴുകയാണ്. അതോടെ ഫ്രാൻസ് നിലപാട് ഉറപ്പിച്ചു. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നതിൻ്റെ വ്യക്തമായ സൂചനയായി അവർ സ്വീഡൻ്റെ പ്രതിരോധം, സ്വീഡൻ ദുർബലമായി, പിന്നീട് സ്വീഡൻ്റെ കയ്യിൽ ബോളില്ലാത്ത അവസ്ഥയിലേക്ക് കിട്ടുമ്പം തന്നെ അത് ഒരുപക്ഷെ പിന്നീടുള്ള പല ഷോട്ടുകളും അവർക്ക് അവിടെ വരെ എത്തിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എങ്കിൽ അത് എന്ത് ചെയ്യണം എന്നറിയാതെ നിന്ന് വരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആ ടീമിനെ കൊണ്ടുപോകാൻ ഫ്രാൻസിൻ്റെ അറ്റാക്കും അതോടൊപ്പം തന്നെ പ്രതിരോധവും, അവർക്ക് നമുക്ക് പ്രതിരോധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ പോലും നമുക്ക് പിടുത്തം കിട്ടില്ല. അങ്ങനെ ബോൾ എടുക്കുക, അടിക്കാൻ പോവുക, ഇതാണ് ഫ്രാൻസിൻ്റെ ഒരു രീതി. അത് ഫുട്ബോളിൽ ഏറ്റവും ഭംഗിയായ ഒരു ശൈലിയാണ്. നമുക്ക് അടിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. നമുക്ക് ലാറ്റിൻ അമേരിക്കൻ ശൈലിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ തന്നെ അതിനപ്പുറത്തേക്ക് പുതിയ കാലത്ത് കുറച്ചും കൂടി സ്വീകാര്യമായ നിലയിലുള്ള അറ്റാക്കിംഗ് ശൈലിയുടെ ഒരു ഫ്രാൻസിൻ്റെ ഒരു ശൈലി നമുക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതുണ്ട്. അങ്ങനെ പ്രതിരോധത്തിലൊന്നും നിൽക്കാതെ നമുക്ക് അങ്ങോട്ട് ആക്രമിച്ചാൽ ഇങ്ങോട്ട് പിഴവ് വരുമോ എന്ന്, അതൊക്കെ ചില സമയത്ത് പിഴവ് വരും. വലിയ നിലയിലുള്ള അപ്പുറത്ത് നിൽക്കുന്ന ആളുകളെ അനുസരിച്ചായിരിക്കും. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ഫൈനലിൽ സംഭവിച്ചതാണല്ലോ. അർജൻറ്റീനയൊക്കെ പോലെയുള്ള ടീം നിൽക്കുമ്പോൾ വളരെ പ്രതിഭകളുടെ വിളയാട്ടം നടക്കുന്ന സമയത്ത് അത്തരം സംഗതികളിൽ പഴുതുകൾ ഒരുപാട് സൃഷ്ടിക്കപ്പെടും. പക്ഷേ ഇവിടെ ഫ്രാൻസ് അങ്ങനെയുള്ള ഒരു ആശങ്കയിലേക്കും പോകാതെ കളിക്കുക, ജയിക്കുക എന്നുള്ള ഒരൊറ്റ പരിപാടിയിൽ നമ്മൾ കാണുന്നതിനിങ്ങനെ ത്രില്ലടുപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയില്ലേ, നമുക്ക് വിശ്രമിക്കാൻ സമയം കിട്ടില്ല. നമ്മുടെ കണ്ണിനും മനസ്സിനും ആകാംക്ഷയ്ക്കും വിശ്രമിക്കാൻ സമയം കിട്ടാത്ത വിധം കളി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെയാണ് 45-ാമത്തെ മിനിറ്റിലെ ഗോൾ വീഴുന്നത്. രണ്ടാം പകുതി ആരംഭിക്കുമ്പോൾ തന്നെ ഫ്രാൻസിൻ്റെ അടുത്ത ഘട്ടം എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചൊരു ബോധം നമുക്ക് ഒന്നാം പകുതിയുടെ അവസാനം ഉണ്ടായിരുന്നു.
പിന്നെ അങ്ങോട്ട് ഫ്രാൻസിൻ്റെ കളി ആ മട്ടിലായിരുന്നു. മേധാവിത്വം, സമ്പൂർണ്ണമായ മേധാവിത്വം തന്നെയായിരുന്നു. 53-ാമത്തെ മിനിറ്റിൽ രണ്ടാം പകുതിയിൽ അടുത്ത ഗോള്, രണ്ടാമത്തെ ഗോള് നേടി. ബ്രക്കോളയുടെ ആ ഗോളിൻ്റെ തുടർച്ചയായിട്ട് 74-ാമത്തെ മിനിറ്റിൽ എംബാപ്പെ തൻ്റെ രണ്ടാമത്തെ ഗോളും നേടി. എന്നാൽ അത് കഴിഞ്ഞ് ദശാംശ അയാളെ തിരിച്ചു വിളിക്കുകയാണ്, എംബാപ്പേനെ തിരിച്ചു വിളിക്കുകയാണ്. എംബാപ്പെ തിരിച്ചു വിളിച്ചിട്ട് ഇടയിൽ ചില ഗോള് അവസരങ്ങൾ പിഴവ് വരുന്ന സമയത്ത് ദശാം സിംഗിൻ്റെ തലയിലൊക്കെ കൈവച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇത് എംബാപ്പെ ആണെങ്കിൽ ഗോളായനെ എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല, എന്തായാലും നമുക്കങ്ങനെ തോന്നി. എംബാപ്പയ്ക്ക് ഒരുപക്ഷെ അവിടെ മുഴുവൻ സമയം കളിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു ഹാട്രിക്ക് കൂടി നേടിയനെ. ഇന്നത്തെ ചില റെക്കോർഡുകൾ പിന്നെ ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഗോൾഡൻ ബൂട്ടിൻ്റെ കാര്യത്തിൽ ഈ ലോകകപ്പിൽ മെസ്സിക്കൊപ്പം എത്തി എന്നുള്ളതാണ് കണക്ക്. 6-6 എന്ന മട്ടിലേക്ക് അദ്ദേഹം എത്തി. ആ കണക്ക് ഒന്നും കൂടി കടന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് എത്തിയേനെ എന്ന് നമുക്ക് തോന്നിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അവസരം ഉണ്ടായിരുന്നത്. എല്ലാത്തിനും അതിൻ്റെതായ കാരണം ഉണ്ടാവുമല്ലോ, പിൻവലിക്കാനൊക്കെ കാരണം ഉണ്ടാവും. പക്ഷെ പിൻവലിച്ച് ഇതിന് ശേഷം ഏതെങ്കിലും വിധത്തിൽ പിഴവ് സംഭവിക്കാനുള്ള ഒരു അവസരം, സമയം ഒന്നും അധികം ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇങ്ങനെ ഒരു സാധ്യതകൾ മുന്നിലുണ്ടായിരുന്നേനെ എന്നുള്ള നമ്മളൊരു തോന്നലാണ് അവിടെയുള്ളത്. അതിൻ്റെ തുടർച്ചയായിട്ട് 6-6 എന്ന ഗോള് ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ രണ്ടാളായി മെസ്സിക്കൊപ്പം അദ്ദേഹം എത്തി. മെസ്സിയുടെ അർജൻറ്റീനയുടെ അടുത്ത കളി വരാനുണ്ട്, അതുകൊണ്ട് ആ സാധ്യത മെസ്സിയുടെ മുമ്പിലുണ്ട്. എങ്കിൽ പോലും നോർവേക്ക് വേണ്ടി സ്കോർ ചെയ്ത ഹാളണ്ട് മൂന്നാമതായിട്ടും ഉണ്ട്. 5 ഗോൾ നേടി ഹാളണ്ടും മൂന്നാമതായിട്ടുണ്ട്. മൂന്നാമതെന്ന് പറയാൻ പറ്റില്ല, രണ്ടാമത് തന്നെ ഉണ്ട്. ആ മട്ടിൽ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് മെസ്സിക്ക് പിന്നാലെ ഒരുപക്ഷെ അതിനെ മറികടക്കാവുന്നതിലൊരു അവസരം ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ഇനി ഉള്ളതും അതിലും കൂടിയ അവസരമായിരിക്കും. അതുപോലെ ഒരു ഹാട്രിക്കിനുള്ള അവസരം ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാം. അതൊക്കെ ഒരു ഊഹങ്ങളാണല്ലോ, നമ്മുടെ പ്രതീക്ഷകളൊക്കെ ആണല്ലോ. എന്തായാലും കളി ഗംഭീരമായി അവസാനിച്ചു. കളിയുടെ ഇന്നത്തെ സ്റ്റാറ്റസ് കൂടി നമുക്ക് നോക്കിയിട്ട് ഇന്ന് എംബാപ്പെ സൃഷ്ടിച്ച റെക്കോർഡിൻ്റെ ഒന്നിലധികം റെക്കോർഡുണ്ട്, നേരത്തെ പറഞ്ഞല്ലോ, അതിലേക്ക് കൂടി നമുക്ക് പോകണം. ഷോട്ട്സിൻ്റെ കാര്യത്തിൽ 25 ഷോട്ടുകളാണ് ഫ്രാൻസിൻ്റേത്, 8 എണ്ണം മാത്രമാണ് സ്വീഡൻ്റെ ഷോട്ട്സുകൾ. ടാർഗറ്റിലേക്കുള്ള ഷോട്ട് 13 ഫ്രാൻസിൻ്റെതും 3 സ്വീഡൻ്റേതുമാണ്. 61% പൊസഷൻസ് ഫ്രാൻസിനാണ്, 39% മാത്രമാണ് സ്വീഡനുള്ളത്. 523 പാസുകൾ ഫ്രാൻസിനും 326 പാസുകൾ സ്വീഡനും. 91% പാസ് അക്യുറസി ഉണ്ടായിരുന്നു ഫ്രാൻസിന്, എന്നാൽ 81% സ്വീഡനും ഉണ്ട്. 14 ഫൗൾസ് ഫ്രാൻസ്, 9 ഫൗൾസ് സ്വീഡൻ. 3 ഓഫ് സൈഡ് ഫ്രാൻസിനും 1 സ്വീഡനും. അതായത് ആ 3-ൽ 1 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എംബാപ്പയുടെ ആദ്യം അടിച്ചു എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഗോളായിരുന്നു. 9 കോർണറുകൾ ഫ്രാൻസിന് അനുകൂലമായിട്ടും 1 സ്വീഡനും ലഭിച്ച സാഹചര്യമാണ്. ഇത് മൊത്തത്തിൽ നമ്മൾ ഈ ടീം സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് ഫ്രാൻസിൻ്റെ ആധിപത്യം എത്ര വലുതായിരുന്നു എന്ന് വ്യക്തമാവുന്നതാണ്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ഇന്നത്തെ കളിയുടെ എംബാപ്പയുടെ റെക്കോർഡുകളെക്കുറിച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ലോകകപ്പിലെ ചരിത്രത്തിലെ റെക്കോർഡാണ്. അത് പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ റൊണാൾഡോൻ്റെ ക്ലബ്ബ് ഫുട്ബോളൊക്കെ വരുമ്പോൾ റൊണാൾഡോൻ്റെ മഹാത്മ്യം, അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. പക്ഷേ ലോകകപ്പിലേക്ക് ഇനി റൊണാൾഡോക്കുള്ള പ്രതീക്ഷ ആ മട്ടിൽ, ക്രിസ്ത്യാനോ റൊണാൾഡോക്കുള്ള പ്രതീക്ഷ ആ മട്ടിലില്ല. ഇവിടെ മെസ്സി റെക്കോർഡ് ഭേദിച്ച് ഒരു ലെവലിൽ പിന്നാലെ എംബാപ്പെ തൊട്ട് പിന്നാലെ ഉണ്ട് എന്നുള്ളതാണ്. മെസ്സിയുടെ റെക്കോർഡ് അങ്ങനെ സേഫ് അല്ല എന്നുള്ളതാണ്. അതായത് ഇതുവരെയുള്ള ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ റെക്കോർഡ് മെസ്സി ഈ വേൾഡ് കപ്പിൽ സൃഷ്ടിച്ചു, 19 ഗോൾ. നേരത്തെ മിറാസോ ക്ലോസെ ആയിരുന്നു, ക്ലോസയ്ക്ക് 16 ഗോളാണ് ഉണ്ടായിരുന്നത്. അതിനെ മറികടന്നിട്ടാണ് മെസ്സി എത്തിയത്. ഇന്ന് എംബാപ്പെ ക്ലോസയെയും മറികടന്ന് 17 എന്ന റെക്കോർഡിലെത്തി. ഇനി 2 ഗോൾ കൂടി നേടിയ മെസ്സിയെയും മറികടക്കാം. വളരെ സിമ്പിളാണ്. റൊണാൾഡോ, ബ്രസീലിൻ്റെ റൊണാൾഡോ ആണ് 15. അതൊന്നും പിന്നെ ഇനി മാറില്ല. മുള്ളർ അതിൻ്റെ പിന്നാലുണ്ട് 14, ജസ്റ്റ് ഫോണ്ടെയിൻ 13 ഉണ്ട്, പെലെ 12, കൊച്ചിഷ് 11 ഉണ്ട്, ക്ലിൻസ്മാൻ 11 ഉണ്ട്. ഇങ്ങനെയാണ് സ്ഥിതി. ഇതിൽ ഇനി ചലിക്കാനിടയുള്ളത് നമ്മുടെ എംബാപ്പെ തന്നെയാണ്. എംബാപ്പയുടെ ഈ ഗോൾ നേട്ടത്തിൻ്റെ വേഗതയാണ്. അതായത് മെസ്സിക്ക് 3 ദശാബ്ദങ്ങൾ വേണ്ടി വന്നു. അതായത് അത്രയും ലോകകപ്പുകൾ കളിക്കേണ്ടി വന്നു, 5 ലോകകപ്പ് കളിക്കേണ്ടി വന്നു, 28 മത്സരങ്ങൾ കളിക്കേണ്ടി വന്നു. എത്ര ഗോളിനാ? എന്നാൽ മെസ്സി 28 മത്സരം കളിച്ചെടുത്ത് എംബാപ്പെ 16 ലോകകപ്പ് മത്സരങ്ങളിൽ തന്നെ 17 ഗോളുകൾ നേടി. അതുകൊണ്ട് ഈ ലോകകപ്പിൽ മറികടക്കുക എന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തിന് അത്ര വലിയ വെല്ലുവിളിയുള്ള കാര്യമില്ല. അങ്ങനെ എംബാപ്പെ അസാധാരണമായ ഒരു മുന്നേറ്റം നടത്തുന്നുണ്ട് ഫ്രാൻസിനൊപ്പം എന്നുള്ളതാണ്. എന്തായാലും ഇത്തവണത്തെ ഫ്രാൻസിൻ്റെ മികവ്, അല്ലെങ്കിൽ അവരുടെ ടീം എന്ന നിലയിൽ അവരുടെ മികവ് ഒരു ചാമ്പ്യൻ ടീമിന് ചേരുന്ന തരത്തിലുള്ളതാണ് എന്ന് ഒരിക്കൽ കൂടി നോക്കൗട്ട് റൗണ്ട് പ്രഖ്യാപിക്കുകയാണ്. പ്രീ ക്വാർട്ടറിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ അവർ അത് പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്നത്തെ സ്വീഡനുമായിട്ടുള്ള മത്സരം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ സമഗ്രതയിൽ ഒരു ടീമായി നിൽക്കുകയാണ്. അത് എല്ലാ
തലത്തിലും അതിൻ്റെ മികവ് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഇന്നത്തെ നോക്കൗട്ടിൽ തന്നെ ചില്ലറ പരിപാടിയൊന്നും പോരല്ലോ, ആദ്യ റൗണ്ട് കടന്ന് എത്തണമല്ലോ. അങ്ങനെ ഒരു ടീമിനെ, സ്വീഡനെ നിൽക്കാൻ വിടാണ്ട് അമ്മാതിരി കളി കളിച്ച് മുന്നോട്ട് പോയി. ഗംഭീര അനുഭവമായിരുന്നു. നിങ്ങൾ കണ്ടില്ലെങ്കിൽ, കാണാത്ത ആളുണ്ടെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുക എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.